ഹായ് ഓൾ, വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് റിയൽ അനാലിസിസിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ ഡിഫറൻസിയേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എല്ലാ പേപ്പറിൻ്റെയും ഫുൾ നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആ നോട്ട്സ് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന് 500 രൂപയും 5 പേപ്പറിന് 2000 രൂപയുമാണ് നിങ്ങൾക്ക് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറത്തെ റെക്കോർഡ് ക്ലാസ് ആണ്. ഒരു പേപ്പറിന് 1500 രൂപയും 5 പേപ്പറിന് 6000 രൂപയുമാണ് വരുന്നത്. 10 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ പറ്റും. എനിവേ, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഡെറിവേറ്റീവ് ഇംപ്ലൈസ് കണ്ടിന്യൂസ്. ഓക്കെ, ഡിഫറൻഷ്യബിൾ ഇംപ്ലൈസ് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. എഫിനൊരു ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളത് വളരെ എളുപ്പമുള്ള തിയറമാണ്. അത് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതിൻ്റെ കൗണ്ടർ എക്സാമ്പിളും ചോദിക്കാം. അതായത് 1 ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ, 2 ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, 3 കൗണ്ടർ എക്സാമ്പിൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളടുത്ത് വേണമെങ്കിൽ ചോദിക്കും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാം ഡെറിവേറ്റീവ് ആയിരിക്കുമോ, എന്താണ് നിങ്ങളുടെ ഉത്തരം, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അപ്പോൾ നിങ്ങൾ പറയണം കണ്ടിന്യൂസ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഡിഫൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ 2 ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിൻ്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ് ഇതൊക്കെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുന്ന ചോദ്യം ഭയങ്കര എളുപ്പമാണ്. ഇത് പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുന്നേ ഒരു പരീക്ഷയ്ക്ക് ഇതെല്ലാം കൂടി വളരെ പണ്ട്, അതായത് 3-4 വർഷം മുന്നേ 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം, അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ എസ്സേയുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എനിവേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊറോളറിയൊക്കെ ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ്, കരാത്തിയോഡറി തിയറം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പേരുള്ള തിയറങ്ങളൊക്കെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞ് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കരാത്തിയോഡറി തിയറം എന്ത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വലിയ തിയറമാണ്, 4 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ ചെയിൻ റൂൾ എല്ലാ തവണയും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പഴയ സിലബസ് ആണെങ്കിൽ ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒറ്റ തിയറമായിരുന്നു. അപ്പോൾ അതൊരു വലിയ തിയറമാണ്, 15 മാർക്കിൻ്റെ എസ്സേക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ടെക്സ്റ്റിനകത്ത്, പുതിയ സിലബസിനകത്ത് ചെയിൻ റൂള് കരാത്തോഡറി തിയറം വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം കരാത്തോഡറി തിയറം ഒരു തിയറം, ചെയിൻ റൂള് വേറൊരു തിയറം. അപ്പോൾ ചെയിൻ റൂളിൻ്റെ പ്രൂഫ് എഴുതുമ്പോൾ കരാത്തോഡറി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതാണ്, അതുകൂടി എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നതുകൊണ്ട് 4 മാർക്കിനായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. പണ്ട് ചെയിൻ റൂൾ 15 മാർക്കിന് ചോദിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ചെയിൻ റൂളിൻ്റെ എക്സാമ്പിൾസും അതുമായിട്ട് നമ്മൾ കുറേ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചെടുക്കുന്നതൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് പറഞ്ഞാലും അതൊക്കെ ചോദിക്കും. ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്ന ചോദ്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിന്റ് സി വിത്ത് എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് എഫും ഡിഫറൻഷ്യബിൾ ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിയറമായിട്ട് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ചോദിക്കുമെന്ന് അറിയത്തില്ല. സ്റ്റിൽ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ കുറേ ഡെറിവേറ്റീവ് എടുക്കുന്ന ചോദ്യങ്ങളാണ്, ഇതൊന്നും ചോദിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ബാക്കി പ്രോബ്ലംസ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ PDF-ൽ. നമ്മളുടെ റിയൽ അനാലിസിസിൽ ഇപ്പോൾ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് എക്സാം. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നതും അതിൻ്റെ PDF നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം കൂടി നോക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ PDF വാങ്ങുക. PDF-ൽ എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെയിനായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് പറയുന്ന തിയറം 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡെറിവേറ്റീവ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു തിയറമാണ്, 4 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് കോമ്പോസിഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ്. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരത്തില്ല. പിന്നെ റിമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സാമ്പിൾസ് ഉണ്ട്, എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കുക. ഏതെങ്കിലും ഒരു എക്സാമ്പിളൊക്കെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. കുറേ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്, കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് അടുത്ത സെക്ഷനാണ് മീൻ വാല്യൂ തിയറം.
2 സെക്ഷനേ ഈ ഒരു മൊഡ്യൂളിലുള്ളൂ. അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ കുറേ ഡെഫിനിഷൻസ് ഒക്കെ ആദ്യം വരുന്നുണ്ട്. പേരുള്ള തിയറംസ് വരുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനിഷൻസ് എല്ലാം പഠിക്കുക. ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ഇതിൽ ഒരെണ്ണം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ആയിട്ട് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഓക്കെ, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറത്തിൽ ഒരു ചോദ്യമാണ് ചാൻസ്. വേണമെങ്കിൽ നമുക്ക് ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറത്തിനോട് ഉൾപ്പെടുത്തിയിട്ട് ഈ 3 എണ്ണത്തിൽ ഒരാളെ എന്തായാലും ചോദിക്കും. ഓക്കെ, ഈ 3 തിയറത്തിൽ ഒരെണ്ണത്തിന് എന്തായാലും ചോദിക്കും. ഇപ്പോൾ നെക്സ്റ്റ് വരുന്ന തിയറത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറവാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. കൊറോളറി ഒക്കെ വരുന്നുണ്ട്. എനിവേ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രം പഠിക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ എക്സ്ട്രീമം തിയറം, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഇൻക്രീസിങ് ഫംഗ്ഷനും ഡിക്രീസിങ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ +1 +2 ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇവിടെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല തിയറമാണ്, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസിങ് ഡിക്രീസിങ്, പിന്നെ റിമാർക്കൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ചോദ്യമാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കുക. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റൂല, സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഫർദർ ആപ്ലിക്കേഷൻ ഓഫ് മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ എക്സാമ്പിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഇനിക്വാലിറ്റീസ് വെച്ചിട്ട് ഇതെല്ലാം ഓരോ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷനായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ലെമ്മയുണ്ട്, ഡാർബോക്സ് തിയറം ഉണ്ട്. ഡാർബോക്സ് തിയറം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആയിട്ട് ചോദിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ലെമ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഡാർബോക്സ് തിയറവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 2-ൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ മൊഡ്യൂൾ 1-ൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മൊഡ്യൂൾ 2-ൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൃത്യമായിട്ട് കണ്ട് അതെല്ലാം പഠിക്കുക. ഓൾവേസ് സജസ്റ്റിംഗ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാം പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ PDF നോട്ട്സൊക്കെ വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, താങ്ക് യു.